ഫ്രണ്ട്സ് നമസ്കാരം, വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്ടർമെലൻ അല്ലെ തണ്ണിമത്തങ്ങയുടെ തൊലി കൊണ്ട് എങ്ങനെയാണ് ജാം ഉണ്ടാക്കുന്നതെന്ന്. തൊലി എന്ന് പറയുമ്പോൾ ഈ പച്ച ഭാഗവും നമ്മൾ ചെത്തി മാറ്റി, ഈ വൈറ്റ് ഭാഗവും ഈ റെഡ് ഭാഗവും കുറച്ച് നമ്മൾ തണ്ണിമത്തങ്ങ സാധാരണ യൂസ് കഴിഞ്ഞ് ബാക്കി ഇരിക്കുന്നുണ്ടല്ലോ, അത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഈ തണ്ണിമത്തങ്ങയുടെ തൊലി ചെത്തി റെഡിയാക്കി എടുക്കണം. അതിപ്പോൾ ഞാൻ കാണിക്കാം. ഈ ഓറഞ്ച് 2 വേണം. അത് തൊണ്ടോടെയാണ് വേണ്ടത്. ഇത് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത ഓറഞ്ച് തൊണ്ടോടെ. 100 ഗ്രാം പഞ്ചസാര വേണം. ഇപ്പം നമുക്ക് ആദ്യം ഈ തണ്ണിമത്തങ്ങയുടെ തൊലി ഈക്കകത്തുനിന്ന് ഈ പാർട്ട് എടുത്ത് മാറ്റിയെടുക്കാം. അതായത് ഈ വൈറ്റ് പോർഷൻ എങ്ങനെ കട്ട് ചെയ്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതിൻ്റെ പ്രൊസീജിയർ 3 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ആദ്യം തണ്ണിമത്തങ്ങയുടെ ഈ തൊലി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇത് ഒരു പാത്രത്തിലാക്കി തലേദിവസം വൈകിട്ട് പഞ്ചസാര ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എന്നിട്ടാണ് നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് ജാമാക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം ഈ വൈറ്റ് പോർഷനിലെല്ലാം അങ്ങ് പഞ്ചസാര നന്നായിട്ട് പിടിക്കും. നമ്മൾ റെഡിയാക്കി എന്നാൽ വിളയിച്ച പോലെ വരും. അതിന് വേണ്ടിയിട്ടാണ്. ഈ പച്ചത്തുള്ളി അങ്ങ് മാറ്റും. എന്നിട്ട് ഇത് ഈ പാത്രം എത്രയും കുഞ്ഞാക്കി എടുക്കാമോ അത്രയും നല്ലത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ തൊലി മുഴുവൻ ഫുള്ളോടെ എടുക്കാം. കാരണം അത് എത്ര ഗ്രാം ഉണ്ട് ഓരോന്നും എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. എത്രയ്ക്കാണ് എത്ര എണ്ണമായി എടുത്തത്, എത്ര ഗ്രാം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഞാൻ ആ തണ്ണിമത്തൻ്റെ തോട് മുഴുവൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 100 ഗ്രാം പഞ്ചസാര എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഞ്ചസാര ഇട്ട പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ തോട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കി ഈ പഞ്ചസാരയും ഈ തോടും ഒന്നിച്ച് യോജിക്കത്തക്ക പരുവത്തിലാക്കാം. ഇപ്പം പഞ്ചസാരയും തണ്ണിമത്തൻ്റെ തോടും നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു അടപ്പുള്ള ഈ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് തന്നെ അടച്ച് ഇത് ഒരു ഓവർനൈറ്റ്, അതായത് ഒരു രാത്രി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വെറും ഫ്രിഡ്ജിൽ മതി. എന്നിട്ട് നാളെയാണ് നമ്മളിത് ജാമാക്കി എടുക്കുന്നത്. കാരണം ഈ ഒരു രാത്രിയിൽ ഈ പഞ്ചസാര ഈ തോടയിൽ നന്നായിട്ട് പിടിച്ച് നല്ല വിളയിച്ച പോലെ നല്ല മധുരമാവും. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം. ഇപ്പം ഞാൻ ഓവർനൈറ്റ് ആ തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ പഞ്ചസാര ഇട്ട് വെച്ചിരുന്നു, തണ്ണിമത്തൻ്റെ തോട്. അപ്പം ഇത് നമ്മൾ ഇന്ന് രാവിലെ എടുത്തു. ഇത് 3 ഓറഞ്ച് കൂടെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ജാം ആക്കുന്നത്. ഈ ജാം എങ്ങനെ ആക്കുന്നത് നോക്കാം. ഒരു ജാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഈ പാത്രം ചൂടാകാനൊന്നും നിൽക്കണ്ട. ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയും ഇതൂടെ ഇട്ട് കൊടുക്കാം. തണ്ണിമത്തൻ്റെ തോടും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തോടുകൂടിയിട്ട് നന്നായി വേവിക്കാം. നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് പഞ്ചസാര ലൈനിയും കൂടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 ഓറഞ്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇച്ചിരി കൂടെ തിളച്ചോട്ടെ. അത് കാരണം പഞ്ചസാര പാനിയില്ല ഇതിൻ്റെ അകത്ത് കിടക്കാം. അപ്പോൾ സ്വല്പം കൂടെ തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓറഞ്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കാരണം ആ പഞ്ചസാര ലൈനി ഈ ഓറഞ്ചിലും എല്ലാം ഒന്ന് പിടിക്കണം. ഇത് നന്നായിട്ട് വേഗം വെക്കാം. നന്നായിട്ട് വെന്ത് റെഡിയായി വരട്ടെ. ചെടുത്ത വാട്ടർമെലനും ഓറഞ്ചും കൂടെ നന്നായിട്ട് വെന്തു, അത് തണുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കാം.
നമ്മുടെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരഞ്ഞിരിക്കണം കേട്ടോ. അത് കാരണം ഇതായതുകൊണ്ട് അരിയാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ആ സെയിം പാത്രത്തിൽ തന്നെ വെച്ച് അത് വിളയിച്ചെടുക്കാം. ആ സെയിം പാത്രം തന്നെ അടുപ്പത്ത് വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്ന ഇത് ഒഴിച്ചു കൊടുക്കാമേ. നമ്മുടെ ജാമ ജസ്റ്റ് ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട്. ഇപ്പം ഇത് റെഡിയായി. ഇങ്ങനെ ചെറുതായിട്ടൊരു തിള വന്നു കഴിയുമ്പോൾ നിർത്തിക്കോണം. നിങ്ങൾ എടുക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ മുഴുവൻ അങ്ങ് വറ്റിപ്പോകും കേട്ടോ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ ബ്രെഡ് തൂത്താൽ അത് തേക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുപ്പികളിലേക്ക് ആക്കാം. അപ്പോൾ നമുക്കിനി ഇത് ചൂടോടുകൂടി തന്നെ ഈ കുപ്പിയിലേക്ക് പകർത്താം. ജാം റെഡിയാക്കാൻ വേണ്ടി വെള്ളമയമില്ലാത്ത വൃത്തിയാക്കിയ നല്ലൊരു കുപ്പിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ ജാമ ചൂടോടുകൂടി തന്നെ ആ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഇതങ്ങ് അടയ്ക്കാം. അടച്ചിട്ട് ഞാനിപ്പം ഈ ജാമ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന് അടപ്പ് വെച്ച് അടച്ചു. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് കമത്തി തിരിച്ചിങ്ങനെ വെക്കുമ്പം ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് എല്ലാം ഔട്ടായിട്ട് ഇത് നല്ല ഇവാക്യുവേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് പുറത്ത് തന്നെ നമുക്ക് 2 മാസത്തോളം സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പം എനിക്കിപ്പോൾ കുറച്ചെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിപ്പോൾ എനിക്കിപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാനേ ഉള്ളത് കൊണ്ട് ഇത് ഞാൻ ഒത്തിരി ദിവസത്തേക്കിന് പുറത്ത് വെക്കുന്നില്ല. കാരണം ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കുപ്പി ജാം കൊണ്ടോ നല്ല കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒരു ബ്രെഡിൻ്റെ പീസ് തൂത്ത് നോക്കാം. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 2 ബ്രെഡിൻ്റെ പീസിലൊന്ന് തേക്കാം. നമുക്ക് തേച്ചിട്ട് ബ്രെഡിൻ്റെ പീസിലോട്ട് തേച്ച് റെഡിയാക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞ് അത് ചെയ്യാവുള്ളേ. നമുക്ക് ബ്രെഡിൻ്റെ പീസിലോട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ജാം തേച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കണ്ടോ 3 ലെയർ എന്ത് ഭംഗിക്കാണ് വന്നിട്ട് നോക്കി. നമ്മൾ വേറെ എക്സ്ട്രാ കൺസർവേറ്റീവോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യാത്ത നല്ല ഫ്രഷ് ജാം. അത് ആ ലെയർ കറക്റ്റായിട്ട് വന്നേക്കുന്നുണ്ടോ. ഒരു ലെയർ താഴെ, ഇടയ്ക്കത്തെ ആ ലെയർ കട്ടിക്ക്, മേളത്തെ ലെയർ. അത് ഈ ജാം നല്ല ഡെൻസിറ്റിയാണ്. അതിനകത്ത് നമ്മൾ അഡൻസാന്തയോ അല്ലെങ്കിൽ ഫ്രൂട്ടോ പെഗോ ഒന്നും ഇത് കട്ടിയാകാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഓറഞ്ചിൻ്റെ നീരും പഞ്ചസാരയും തന്നെ ഇത് കട്ടിയാക്കിയെടുക്കും. അതാണ് ഈ ജാമിൻ്റെ പ്രത്യേകത. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഈ ജാം ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം സാധാരണ നമ്മൾ പുറത്ത് കളയുന്ന വാട്ടർമെലൻ്റെ തോട് വെച്ച് അല്ലേ ഇത് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ടിപ്പാണ്. വാട്ടർമെലൻ്റെ തോട് അതിൻ്റെ കറുത്ത പച്ച കളർ മാത്രം മാറ്റിയിട്ട് ഇത്രയും സിമ്പിളായിട്ട് ജാം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് ജാം വാങ്ങണ്ട. ഇപ്പം ഞാനിത് ഒരു റസ്ക് പീസയിലും തൂത്തിട്ടുണ്ട്. വേറെ ഒന്നിനും വരെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ തൂക്കുമ്പം ഇതിൻ്റെ അകത്ത് ഫ്രൂട്ടാ പെഗോ അഡൻസാന്തയോ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കല്ലേ ഇത് ഒലിച്ചു പോകുമെന്ന്. ഒലിച്ചു പോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറത്ത് തൂത്ത് കാണിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൻ്റെ ഇടയ്ക്കത്തെ വെള്ള പാർട്ട് വെച്ചുണ്ടാക്കിയ സൂപ്പറായിട്ടുള്ള ജാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അപ്പം അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.